എല്ലാവർക്കും നമസ്കാരം. മലയാള മനോരമയുടെ ഹോർത്തൂസിൽ മലയാളത്തിലെ ഏറ്റവും മുതിർന്ന കഥാകൃത്ത് ശ്രീ ടി പത്മനാഭനുമായി സംസാരിക്കുന്നതിനുള്ളൊരവസരം എനിക്ക് തന്നതിന് മലയാള മനോരമയോടും ടീം ഹോർത്തൂസിനോടും ആദ്യമേ നന്ദി പറയുന്നു. ഇങ്ങനെയൊരു സംസാരിക്കാൻ അനുവാദം എനിക്ക് തന്നതിന് പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ വലിയ എഴുത്തുകാരൻ ടി പത്മനാഭൻ, പ്രിയപ്പെട്ട പപ്പേട്ടനോടും നന്ദി പറയുന്നു. ഒരുപക്ഷെ ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും സാഹിത്യത്തെയും ആസ്പദമാക്കി നളിനകാന്തി എന്നൊരു സിനിമ ചെയ്യാൻ സാധിച്ചതാവാം. അപ്പോൾ ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ടി കെ ഗോപാലേട്ടൻ, അദ്ദേഹത്തോടും എനിക്ക് നന്ദി പറയാതെ സംഭാഷണം ആരംഭിക്കാൻ സാധിക്കുകയില്ല. മലയാളത്തിലെ വലിയ എഴുത്തുകാരൻ എന്ന് പറഞ്ഞത് കഴിഞ്ഞ 3/4 നൂറ്റാണ്ടിലധികമായി, 75 വർഷത്തിലധികമായി മലയാള ചെറുകഥയിൽ സജീവമായി നിൽക്കുന്ന, ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. അദ്ദേഹത്തിൻ്റെ പ്രായം 95 വയസ്സിലാണ് പ്രിയപ്പെട്ട പപ്പേട്ടൻ ഇപ്പോൾ നടക്കുന്നത്. ഡിസംബർ 13 അദ്ദേഹത്തിന് 95 പൂർത്തിയായി, 96 വയസ്സിലേക്ക് വരും. അപ്പോൾ ഏതാണ്ട് 1 നൂറ്റാണ്ടോളം എത്തുന്ന അനുഭവങ്ങളും ഓർമ്മകളും സാഹിത്യത്തെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ഉണ്ട്. ആ വലിയ ഒരു കലവറയിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല എന്നുള്ളതുകൊണ്ട് വളരെ ഹ്രസ്വമായ ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് പ്രതീക്ഷിക്കുന്നത്. പപ്പേട്ട, ആദ്യമായിട്ട് 1948 പപ്പേട്ടന് പല നിലയിലും, അതായത് പപ്പേട്ടൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചു വരുന്ന 1948 അതുപോലെ തന്നെ പപ്പേട്ടന് 18 വയസ്സാണ്. വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ പ്രവർത്തനവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ദേശീയ പ്രസ്ഥാനവുമായും സാംസ്കാരിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സമയത്താണ് 1948 ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചു വരുന്ന അതേ വർഷം മഹാത്മാഗാന്ധിയുടെ മരണം RSSകാരാൽ സംഭവിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു ദിവസത്തെ ഓർത്തെടുക്കുന്നത് പപ്പേട്ടൻ? മഹാത്മാഗാന്ധിയുടെ മരണം നടക്കുമ്പോൾ ഞാൻ മംഗലാപുരത്ത് ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. മംഗലാപുരം വളരെ നല്ല സ്ഥലമാണ്. സ്നേഹസമ്പന്നരായ കന്നഡിഗർ, സത്യസന്ധരായ കന്നഡിഗർ, അവരെയാണ് ഞാൻ 4 കൊല്ലം അവിടെ പരിചയപ്പെട്ടത്. പക്ഷേ ജനങ്ങളിൽ, ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും സംഘപരിവാറുമായിട്ടുള്ള സ്നേഹബന്ധം കൂടുതലുമായിരുന്നു. ഗാന്ധി മരിച്ചെന്ന് മംഗലാപുരം നഗരത്തിൽ ലഡു വിതരണം ഉണ്ടായിരുന്നു. ഞാനൊക്കെ കണ്ട് നേരിട്ട് അനുഭവിച്ചതാണിത്. ഇത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുരുജി ഗോൾവാൾക്കർ, അദ്ദേഹത്തിൻ്റെ വിചാരധാരയാണ് ഇന്നും RSSൻ്റെ വേദപുസ്തകം. ഗുരുജി ഗോൾവാൾക്കർ മംഗലാപുരത്ത് വരികയും അവിടുത്തെ സെൻട്രൽ മൈതാനത്തിൽ മീറ്റിംഗ് നടത്തുകയും ചെയ്തു. അന്ന് അവിടെ മീറ്റിങ്ങിൽ കശപിശ ഉണ്ടാവുകയും വളരെ വലിയ ലാത്തി ചാർജ്, MSP മലബാർ സ്പെഷ്യൽ പോലീസ്, വളരെ കഠിനമായ ലാത്തി ചാർജ് ഉണ്ടാവുകയും ചെയ്തു. പലർക്കും വലിയ പരിക്കേറ്റു. എൻ്റെ സതീർത്ഥ്യനായ ഒരു കുടകൻ, വളരെ മാന്യനാണ്, അയാൾ എക്സ് ആർമിയാണ്. കോട്ടിട്ടിട്ടാണ് സ്കൂളിൽ വരിക. മിക്ക കൊടകരും കോട്ടിടും, ഇദ്ദേഹവും കോട്ടിടും. പിറ്റേ ദിവസം കേട്ടത് നമ്മുടെ ചങ്ങാതി ആശുപത്രിയിലാണെന്നാണ്. ഞങ്ങളുടെ
മതിലും കോളേജിൻ്റെ മതിലും ആശുപത്രിയുടെ മതിലും ഒന്നാണ്. ഒരു വിഷമവുമില്ലാതെ കോളേജിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകാം. പോയി നോക്കിയപ്പോൾ കാണുന്നത് സർവാംഗം ക്ഷതമേറ്റിരിക്കുന്നു. കൈ വളരെ വിഷമത്തിലാണ്. പിന്നീട് ആ കൈ മുറിക്കേണ്ടി വരികയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൂമ്പ് കൂടി കരിയുന്നു എന്നൊരു കഥ എഴുതി ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ വിദ്യാർത്ഥി എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. ഒരു 9 വർഷം കൂടി കഴിയുമ്പോൾ 1957 കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്നു, ലോകത്താദ്യമായിട്ട് തന്നെ. അപ്പോൾ കോൺഗ്രസുമായിട്ട് പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി സഹകരിച്ച് നിന്നിരുന്ന പെപ്പേട്ടൻ എങ്ങനെയാണ് അന്നത്തെ ആദ്യത്തെ സർക്കാരിനെ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ, വരവിനെ കാണുന്നത്? ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത് വീണ്ടും ഒരു 9 വർഷം കൂടി കഴിയുമ്പോഴാണ്. പെപ്പേട്ടൻ എങ്ങനെയാണ് കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന പെപ്പേട്ടന് അന്നത്തെ ആ മുന്നേറ്റത്തെ കാണുന്നത്? ഞാൻ അന്നും ഇന്നും ഒരു കോൺഗ്രസ്സുകാരനാണ്. 43-ൽ ഖദർ ധരിക്കുവാൻ തുടങ്ങി. ഇന്നും ഖദർ ധരിക്കുന്നു. ലോകത്തിലെ ഏതാണ്ട് മിക്ക രാജ്യങ്ങളിലും സഞ്ചരിച്ചു. ഈ ഖദർ ഷർട്ടും മുണ്ടുമായിട്ടാണ് സഞ്ചരിച്ചത്. ഒരു വിഷമമോ വല്ലായ്മയോ എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും എല്ലാ പാർട്ടികളിലും പെട്ടിട്ടുള്ള സുഹൃത്തുക്കൾ അന്നും ഇന്നും എനിക്കുണ്ട്. EMS-മായി സ്നേഹത്തിലായിരുന്നു. EMS-നെ കുറിച്ച് 2 ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. EMS-ൻ്റെ നല്ല വശങ്ങൾ. EMS ഒരു വലിയ മനുഷ്യനായിരുന്നു, സ്വാർത്ഥരഹിതനായിരുന്നു. പറയാൻ തുടങ്ങിയാൽ ഒട്ടേറെ. EMS-ൻ്റെ മൂത്ത മകൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, വളരെ അടുത്ത. വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. പെപ്പേട്ടൻ്റെ ആദ്യകാല കഥകളിൽ തന്നെ നമ്മൾ സാഹിത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 കഥകൾ പ്രധാനമായിട്ട് തോന്നുന്നു. ഒന്ന് അമ്മ, മറ്റൊന്ന് അച്ഛൻ, മറ്റൊന്ന് അമ്മാമൻ. ആ 3 കഥകളുടെ ടൈറ്റിലിൽ തന്നെ ആ വ്യക്തികളുമായിട്ടുള്ള ബന്ധവും പപ്പേൻ്റെ ഒരു വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അടയാളങ്ങളുമൊക്കെ അന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ 3 കഥകളെ വെച്ചുകൊണ്ട് പപ്പേട്ടനൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? എൻ്റെ മുഴുവൻ അമ്മയാണ്. അമ്മയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അച്ഛനെ കണ്ട ഓർമ്മയില്ല. അച്ഛൻ മദ്രാസ് സ്റ്റേറ്റിൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ സാമാന്യം ഉയർന്ന ജോലിയിലായിരുന്നു. അമ്മ അച്ഛൻ്റെ കൂടെ മദ്രാസ് സിറ്റിയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ താമസിച്ചിട്ടുണ്ട്. അച്ഛൻ അവിടെ ജോലി ചെയ്തപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ വിധവയായി തീർന്നു. അച്ഛനെ കണ്ട ഓർമ്മയേ ഇല്ല. അമ്മാമൻ രണ്ട് അമ്മാമന്മാരുണ്ട്. ഒരാൾ അങ്ങേയറ്റം കുടുംബത്തെ സ്നേഹിച്ചു. മറ്റേയാൾ നാട്ടിലെ ഏറ്റവും വലിയ പ്രഭുവായിരുന്നു. പക്ഷെ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ വീട്ടിൽ വന്നിട്ടുള്ളൂ. ഭാര്യ വീട്ടിലാണ്. ഭാര്യ വീട്ടിൽ നിന്ന് പറയുക, പക്ഷേ അവിടെ വീടെഴുതി നിർമ്മിച്ച് ഭാര്യയുടെ സഹോദരിമാർ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റി ജീവിതം നയിക്കുക. എത്രയോ കാര്യസ്ഥന്മാർ, മാനേജർമാർ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു, സ്വത്തുക്കൾ നോക്കി നടത്താൻ. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ശ്രാദ്ധത്തിന്
വീട്ടിൽ വരും. അന്നേരം അയാൾ ഞാൻ കണ്ടിട്ടുള്ള കുട്ടി. പിന്നെ കുറച്ച് നെല്ല് തരും. അതേതാനും മാസേ എത്തുള്ളൂ. പിന്നീടൊക്കെ ജീവിച്ചതൊക്കെ വളരെ വിഷമത്തിലാണ്. ഞാൻ ഹൈസ്കൂൾ കഴിയാനായപ്പോൾ ഒരുമാതിരി നല്ല നിലയിലെത്തിയിരുന്നു. ഈ കഥയിൽ പറയുന്ന അമ്മാവൻ്റെ ചിത്രം അങ്ങനെ തന്നെയായിരുന്നോ? അമ്മാവൻ എന്ന കഥയിൽ പറയുന്ന അമ്മാവനുണ്ടല്ലോ, അങ്ങേയറ്റം വരെയും സ്നേഹത്തോടു കൂടി വരികയും വീട്ടിൽ അരി കൊണ്ടുവന്ന് തോർത്തിൽ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടും. സദ്യയിലൊക്കെ പോയാൽ നമ്മുടെ വയറ് തൊട്ടു നോക്കും ശരിക്കും കഴിച്ചിരിക്കുന്നോ എന്ന്. അത്ര കൺസേൺഡ് ആയിരുന്നു. അത്ര അപ്പം പണ്ട് ഈ 48 ആദ്യത്തെ കഥ എഴുതുമ്പോൾ മലയാള സാഹിത്യത്തിലെ ചെറുകഥകളുടെ ഒരു രീതി എന്ന് ഒരു പഴയ ക്ലാസിക്കൽ രീതിയോട് ചേർന്ന് കിടക്കുന്നതാണ്. അത് വളരെ വലിയ നീളത്തിൽ ഒരു നോവലിന് പറ്റുന്നത്രയും വിഷയങ്ങളെയും കഥാപാത്രങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥ പരന്നു കിടക്കുന്ന ഒരു കാലത്താണ് വളരെ ഭദ്രമായ ഒരു ആഖ്യാന ശില്പത്തോട് കൂടിയിട്ടുള്ള ചെറുകഥകളുമായിട്ട് ഇപ്പോൾ പേട്ടൻ വരുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു? അതിനുള്ളൊരു പ്രചോദനം കിട്ടിയത് എങ്ങനെ അന്നത്തെ കാലത്ത്? ഒരു തയ്യാറെടുപ്പും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നിയതുപോലെ എഴുതി. പിന്നെ മറ്റൊന്ന്, ഏതൊരു പ്രവൃത്തി ചെയ്യുവാനും ആ പ്രവൃത്തിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒരാശാരി പണിയെടുക്കുമ്പോൾ അവൻ്റെ പണിയായുധം എങ്ങനെ പ്രയോഗിക്കണം, ഒരു ശില്പി, ഒരു ആർട്ടിസ്റ്റ്, ചിത്രകാരൻ മനസ്സിലാക്കണം. അത് പുസ്തകത്തിൽ നോക്കി വായിച്ചാലൊന്നും ശരിയാവില്ല. വായിച്ച് ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കണം. ഞാൻ വളരെ ചെറുപ്പത്തിലെ ഓർമ്മ വെച്ച കാലം മുതലേ വലിയ വായിക്കാനുള്ള പ്രചോദനം എൻ്റെ നാട്ടിൽ സവർണരുടെ ഒരു അഗ്രഹാരം എന്നാണ് ഞാൻ തമാശക്ക് പറയുക. കീഴ്ജാതിക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. കീഴ്ജാതി പുസ്തകങ്ങളില്ലാത്ത ഒരു വീട് പോലുമില്ല. ഇവരൊക്കെ പരസ്പരം കൈമാറുകയും ചെയ്യുമായിരുന്നു. ഞാനും എൻ്റെ വീട്ടിലെ സ്ഥിതിയും അതാണ്. അയൽവക്കം, അതിൻ്റെ അയൽവക്കം, എല്ലാ ദിക്കിലും. പിന്നെ ധാരാളം വായനശാലകൾ. രാജാസ് ഹൈസ്കൂൾ, മുനിസിപ്പൽ ഹൈസ്കൂൾ, ഇവിടുത്തെ വായനശാല. എൻ്റെ വീട്ടിൻ്റെ നേരെ മുമ്പിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അവിടെയും വളരെ വലിയ ഒരു പുസ്തക ശേഖരം. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ വായന. ഇതൊന്നും 1948 ഒരു പുസ്തകം കഥ രചിക്കുവാനുള്ള പ്രിപ്പറേഷന് വേണ്ടി ഒന്നുമല്ല. പിന്നെ രാമായണം കർക്കിടക മാസത്തിൽ ഞാൻ ആദ്യം വായിച്ച രാമായണം ഓലയിലുള്ള രാമായണമാണ്. അത് കർക്കിടകം വരുന്നതിന് മുമ്പേ ഒരു ചെറിയ പച്ചിലയുണ്ട്, അതുകൊണ്ട് തുടച്ച് ആ അക്ഷരങ്ങളൊക്കെ വളരെ വ്യക്തമാക്കി. അതിനുശേഷം എസ് ടി റെഡ്ഡിയാറുടെ പുസ്തകം വളരെ കഴിഞ്ഞിട്ടാണ് SPCSൻ്റെ നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ AD ഹരിശർമ്മ വായിച്ച് പിഴ നോക്കിയ രാമായണം വായിക്കാൻ തുടങ്ങി. ഇന്നും ഞാൻ വായിക്കുന്നത് ഈ കർക്കിടകത്തിൽ ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ആയുർവേദ ആശുപത്രിയിൽ സുഖചികിത്സയായിരിക്കും, അവിടെയും പുസ്തകം കൊണ്ടുപോകും, രാമായണം. പിന്നെ ചിലപ്പോൾ വിദേശ യാത്രയാകും, അവിടെയും രാമായണം. ഞാനൊരു ഭക്തനല്ല, അല്ല. രാമായണം ഒരു ഭക്തനായിട്ടല്ല ഞാൻ വായിക്കുന്നത്. മികച്ച ജീവിത വീക്ഷണങ്ങൾ ഒരു വ്യക്തിക്ക് കിട്ടുവാൻ രാമായണ വായന ആവശ്യമാണ്. നിങ്ങൾ ഇത് വായിച്ചിട്ട് രാമനെ പോലെ ആവണം എന്നൊന്നും ഞാൻ പറയില്ല. ഒന്നുമില്ലെങ്കിൽ
ജീവിതത്തെ എങ്ങനെ നേരിടണം, ജീവിതത്തെ എങ്ങനെ നേരിടണം, എത്രയൊക്കെ എന്തൊക്കെ ഫലവത്തായ വരികൾ രാമായണത്തിൽ എഴുത്തച്ഛൻ. ഇതൊന്നും തർജ്ജമയല്ല, ഒറിജിനൽ രാമായണത്തിൻ്റെ വാൽമീകി തർജ്ജമയല്ല, എഴുത്തച്ഛൻ്റെ നിരീക്ഷണങ്ങളാണ്. എഴുത്തച്ഛൻ, ഞാൻ അന്നേരമൊക്കെ എൻ്റെ പുസ്തകത്തിൽ സൈഡിൽ മാർക്ക് ചെയ്യും. ഇക്കഴിഞ്ഞ കർക്കിടകത്തിനും വായിച്ചിരുന്നു. കണ്ണിൻ്റെ കാഴ്ചയൊക്കെ വളരെ മോശമാണ്, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ. പക്ഷേ എന്നാലും രാമായണം വായന മുടക്കാറില്ല. പപ്പേട്ടൻ ഈ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത്, പിന്നെ ലോയറായിട്ട് പ്രവർത്തിയെടുക്കുന്ന സമയത്ത്, അതിനുശേഷം ഫാക്ടറിയിൽ ഉദ്യോഗസ്ഥനായിട്ട് മാറുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ വായനയെ ഒരു വിഭജനമുണ്ടോ? അതായത് ജോലിക്ക് കയറുന്നതിന് മുൻപും പിന്നീടും എന്നുള്ള രീതിയിൽ ജോലി സമയം, തിരക്ക്, അതൊക്കെ വായനയെ ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ആ കാലത്ത് പുസ്തക വായനയെ കൊണ്ടുവരുന്നത്? ഇല്ല, ഞാൻ സാമാന്യം വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. 10,000 ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ വായന കാരണമുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ജോലി സമയം കഴിഞ്ഞ ഉടനെ ക്ലബിലേക്കാണ് പോവുക. ക്ലബിൽ എന്താണ്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ക്ലബിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയണ്ട. അനുഭവസ്ഥർ ചിലരെങ്കിലും ഈ സദസ്സിലുണ്ടായേക്കാം. അവരുടെ ദാഹശമനാർത്ഥമാണ് ക്ലബിൽ പ്രധാനമായും പോകുന്നത്. ദാഹശമനം നിവർത്തുവാനായിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇറച്ചി വരട്ടിയതും മീൻ പൊള്ളിച്ചതും ആ മാതിരി ഭക്ഷണം, അത് ദാഹശമനത്തിൻ്റെ ഒന്നിച്ചു പോകും. പിന്നെ പരദൂഷണം പരദൂഷണം അത്യാവശ്യം കേട്ടാൽ ഒരു തമാശ തോന്നും. ബാക്കി ഒന്നിലും എനിക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഇതിൻ്റെയൊക്കെ ചിലവിൽ എൻ്റെ വീതം എടുത്തുകൊള്ളുവാൻ ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നു. കാശ് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടല്ല. ജീവിതത്തിൽ 2 തവണയേ ഞങ്ങളുടെ ക്ലബിൽ ഞാൻ പോയിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് കാലെടുത്ത് വെച്ചാൽ റോഡിൽ നിന്ന് കാലെടുത്ത് വെച്ചാൽ ക്ലബ്ബ്, അത്ര എടുക്കുക. ഞാൻ പോയി. ഒരു എൻജിനീയർ, തമിഴനാണ്, അദ്ദേഹം ആക്സിഡൻറ്റിൽ മരിച്ചു. ശവം അവിടെ കൊണ്ടുവന്നു, അപ്പോഴും പോയി. പിന്നീട് ഒരു കല്യാണം, ഒരു എൻജിനീയറുടെ മകളുടെ കല്യാണം, അതിനും ക്ലബിൽ പോയിരുന്നു. മറ്റൊരു ആവശ്യത്തിനും ക്ലബ്ബിൽ പോയിട്ടില്ല. അതുകൊണ്ട് വായനക്കൊരു വിഷമവുമില്ല. എൻ്റെ വീട്ടിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. വീണ്ടും പുസ്തകങ്ങൾ വായിക്കുന്നു. പിന്നെ ഏറ്റവും മികച്ച 4 ബെഡ്റൂംസ്, ഞാൻ താമസിച്ച വീട്ടിൽ 4 കിടപ്പുമുറികളുണ്ട്. പിന്നെ ഡ്രോയിങ് റൂം, അത് ഇത്, പിന്നെ സർവൻറ്റ് ക്വാർട്ടേഴ്സ്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഞങ്ങൾക്ക് 4 മുറി വേണ്ട, എനിക്കും വരും. ഒരു മുറി മതി. ഒരു മുറി നിറയെ പുസ്തകങ്ങളാണ്, ഒരു മുറി നിറയെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു. അന്നത്തെ ഏറ്റവും മികച്ച വനസ്ഥലി എന്നൊരു കഥ അക്കാലത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തനായ ഒരു യുവകവി ഒരു ദിവസം എന്നെ അന്വേഷിച്ചു വന്നു. അദ്ദേഹത്തിന് വേണ്ടത് ഒരു വളരെ പ്രശസ്തമായ തുമ്രി കേൾക്കാൻ വേണ്ടിയാണ്. വളരെ പ്രശസ്തമായ ഒരു ഗാനം, അത് കേട്ടേ പറ്റൂ. തിരുവനന്തപുരത്ത് ആരുടെ അടുക്കയുണ്ട് എന്ന് വെച്ചു. തിരുവനന്തപുരത്ത് പോകാൻ നോക്കുമ്പോഴാണ് വേറെ ഏതോ സ്നേഹിതൻ പറഞ്ഞു, ടി പത്മനാഭൻ്റെ അടുക്ക കാണും. അത് അങ്ങനെ വന്നതാണ്. എൻ്റെ അടുക്ക ഉണ്ടായിരുന്നു.
ഞാനത് കേൾപ്പിച്ചു കൊടുത്തു, വീണ്ടും വീണ്ടും കേൾപ്പിച്ചു കൊടുത്തു. അദ്ദേഹം പോവുകയും ചെയ്തു. കഥയിൽ പറയുന്ന പോലെ തന്നെ നടന്നു പോയിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പപ്പേട്ടന് എനിക്ക് തോന്നി, ഇപ്പോൾ നമ്മൾ നളിനാഗാന്ധി എടുക്കുന്ന സമയത്ത് അടുത്ത് ഇടപഴകുമ്പോഴാണ് മനസ്സിലാവുന്നത്, ജീവിതത്തിലുടനീളം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും വളരെ റൊമാൻറ്റിക്കായി ജീവിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ ഇപ്പോഴും ഈ നിമിഷവും വളരെ സന്തുഷ്ടനായി യാതൊരു തരത്തിലുമുള്ള നൈരാശ്യവുമില്ലാതെ എല്ലാത്തിനോടും ഒരു ആകാംക്ഷ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് പപ്പേട്ടൻ ഈ മനസ്സിൻ്റെ റൊമാൻസ് നിലനിർത്തുന്നത്? മനസ്സിൽ വളരെയധികമൊന്നും കുനിഷ്ടില്ല. പിന്നെ വേറെ ഒന്ന്, പ്രഷറില്ല. ചീത്ത പറയണം തോന്നിയാൽ ചീത്ത പറയും, അനുമോദിക്കണം തോന്നിയാൽ അനുമോദിക്കും. ഒന്നും ഒളിപ്പിച്ച് വെക്കില്ല. അപ്പോൾ തന്നെ ജീവിതം കുറേയൊക്കെ സന്തുഷ്ടമാകും. ഇതൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുമ്പോഴാണ് വിഷമം വരുന്നത്. പപ്പേട്ട ഒരു കഥയിൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ പിറന്ന ആരുടെ ഹൃദയത്തിലാണ് സ്നേഹത്തിൻ്റെ സ്ഫുലിംഗങ്ങളില്ലാത്തത്? ചിലരിൽ അത് ഉജ്ജ്വലമായി പ്രകാശിക്കുന്നു, ചിലരിൽ അത് മങ്ങി. ഇത്രയും ഗാംഭീര്യത്തോടു കൂടി, ആശയഗാംഭീര്യത്തോടു കൂടി തത്വചിന്താപരമായി ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരാളാണ് പപ്പേട്ടൻ. അതായത് എല്ലാ മനുഷ്യരിലും സ്നേഹമുണ്ട് എന്ന് തന്നെ പറയുന്ന ഒരാൾ. പക്ഷെ പപ്പേട്ടനെക്കുറിച്ച് പലരും പറയുന്നത് അങ്ങനെയല്ല, പപ്പേട്ടൻ സ്നേഹമില്ലാത്ത ഒരാളാണെന്നും ദേഷ്യത്തോടു കൂടി പെരുമാറുന്ന ഒരാളാണെന്നുമാണ്. എങ്ങനെയാണ് ഈ ഒരു വൈരുദ്ധ്യം വരുന്നത്? ശരിയായിരിക്കാം, അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കാം. എന്നെപ്പറ്റി പറയാൻ ഏറ്റവും അർഹത എനിക്കാണ്, നിങ്ങൾക്കല്ല, എനിക്കാണ്. എന്നെ അറിയുന്നത് ഞാനാണ്. എനിക്ക് എല്ലാവരെയും പറഞ്ഞു പറ്റിക്കാൻ കഴിയും, പക്ഷെ എന്നെ പറ്റിക്കാൻ കഴിയില്ല. ഞാൻ ഈ ഷേക്സ്പിയറെ വളരെ ചെറുപ്പത്തിലേ വായിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കവിയാണ്, വളരെ ഇഷ്ടപ്പെട്ട. അതുകൊണ്ടാണ് ഒരുമാതിരി പ്രായമായപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിൽ സ്ട്രാറ്റ്ഫോർഡ് അവോണിൽ പോയി 2-3 ദിവസം കവിയുടെയും കവിയുടെ ഭാര്യയുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ഞാനും ഭാര്യയും മടങ്ങിയത്. ഷേക്സ്പിയറുടെ ഒരു ഇതുണ്ട്, ബി ട്രൂ ടു ദൈൻ ഓൺ സെൽഫ്. നീ നിന്നോട് സത്യസന്ധനായിരിക്കുക. എന്നോട് ഞാൻ സത്യസന്ധനായിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടും സത്യസന്ധനാവാതിരിക്കാൻ കഴിയില്ല. നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് മൈ കൺസേൺ. പപ്പേട്ടനോട് ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്താം. പപ്പേട്ടന് എന്തെങ്കിലും ഇനി ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടോ? ഇല്ല, ഒരാഗ്രഹവുമില്ല. ജീവിതം സഫലമാണ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു സർ. നമുക്ക് ചോദ്യോത്തര വേളയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. മൈക്ക്. നമസ്കാരം, എൻ്റെ പേര് രജിൽ, ഞാൻ കണ്ണൂർ ജില്ലാ സ്വദേശിയാണ്. നമ്മൾ ടി പത്മനാഭൻ എന്ന എഴുത്തുകാരനെ വായിച്ചു തുടങ്ങുന്ന കാലം മുതലേ നെടുനീളം ഗടാഗടിയും കഥകളാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തങ്ങളായി ബഷീറിൻ്റെയും അതേപോലെ അങ്ങയുടെയും കഥകൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ കഥകളെയും എഴുത്തുകളെയും പ്രണയിച്ചു തുടങ്ങുന്നത്. കുറച്ച് മുൻപേ ചർച്ചയിൽ സാറ് പറഞ്ഞിരുന്നു, ഒരുപാട് സ്ഥലത്ത് നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും എഴുത്തച്ഛനെയും വൈലോപ്പിളിയൊക്കെ വായിച്ചുകൊണ്ട് എഴുത്തിനെ പഠിക്കുക എന്നുള്ളത്. അതിനുശേഷം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ തലമുറയിലെ എഴുത്തുകാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, നമ്മൾ എന്തിലും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ്. നമ്മൾ എഴുതുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും വിമർശിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ നിയമ നടപടി, അതേപോലെ എന്താ പറയുക, സാമൂഹിക മാധ്യമങ്ങളിൽ അതിൽ തെറിവിളികൾ, അതൊക്കെയാണ്. അപ്പോൾ അങ്ങേക്ക് ഒരു പക്ഷേ ഇതൊന്നും അനുഭവിക്കേണ്ടതുണ്ടാൽ അങ്ങ് ഇവിടുത്തെ സീനിയർ ആയതുകൊണ്ട് ആരും അതിന് ധൈര്യപ്പെടില്ല. പക്ഷേ പുതുതലമുറയിലെ എഴുത്തുകാർ നേരിടുന്നൊരു വെല്ലുവിളിയാണ്. എന്തിലും അത് രാഷ്ട്രീയത്തെ ഒരു വിമർശനമായി കണ്ടു കഴിഞ്ഞാൽ അവരുടെ കാര്യം പോക്കാണ്. അപ്പോൾ അങ്ങേക്ക് എന്താണ് അതിനെ പറ്റിയിട്ട് തോന്നിയിട്ടുള്ളൊരു അഭിപ്രായം എന്നറിയാൻ തോന്നുന്നു. അങ്ങയുടെ കാലത്തുള്ളതും ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്ന എഴുത്തുകൾക്ക് വന്നിട്ടുള്ളൊരു മാറ്റം. നിങ്ങളുടെ പ്രസംഗം കഴിഞ്ഞോ?
അല്ല, പ്രസംഗമല്ല, അതെനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ സാർ. നിങ്ങൾ പറഞ്ഞതിൽ ചില തെറ്റുണ്ട്. പഴയ ആൾക്കാർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴയ ഒരു എഴുത്തുകാരൻ ഞാനാണ്. ഈ ഡിസംബർ 13-ന് ഞാൻ 96-ലേക്ക് കടക്കും. 96-ലേക്ക് കടക്കും. ഒരു നിസ്സാര കാര്യമല്ല അത്. പഴയ കാലത്തെ ആൾക്കാർക്ക് ഇത് അനുഭവം ഉണ്ടാവില്ല, ഈ തെറിവിളി എന്നൊക്കെ പറഞ്ഞു. ചങ്ങാതി, നിങ്ങൾ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? എന്നെപ്പോലെ തെറിവിളി, ദുരാരോപണങ്ങൾ, ഞാൻ എൻ്റെ കഥകളൊക്കെ കട്ടെഴുതിയതാണ്. ആരൊക്കെ എഴുതിയിട്ടുണ്ട്? ഒന്നും വായിച്ചിട്ടില്ലേ? ഈ സോഷ്യൽ മീഡിയ പോകട്ടെ, ഞാൻ കാണുന്നില്ല, എനിക്കറിയില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ഫോണുകൾ അതാത് സമയത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ഒന്നിലധികം. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പ്രശസ്തർ എന്തിനാന്ന്? ഞാൻ പറഞ്ഞു, എനിക്കിതൊരു രസം. ഇതൊക്കെ നോക്കുക, ഒന്ന് തടവുക, അവിടെ വെക്കുക, പിന്നെയും അഴുക്കാക്കാതെ ഇങ്ങനെ, അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ എടുക്കും, ഞാൻ വിളിക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും അറിയില്ല. പക്ഷേ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്നെ തെറി വിളിക്കുന്നത് ഞാൻ ചിലപ്പം ചില സ്നേഹിതന്മാർ പറയും, ഇതൊക്കെ ഉള്ളവർ നിന്നെപ്പറ്റി ഇന്നാൾ ഇന്നതെഴുതി. ഞാൻ പറഞ്ഞു, സാരമില്ല. ഇനി റിട്ടേൺ ആയിട്ടുള്ള തെറി പറയാം. എത്രയാൾ എഴുതിയിട്ടുണ്ട്. ഈ ONV കുറുപ്പിൻ്റെ പേരിലുള്ള 2 അവാർഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ONV കുറുപ്പിൻ്റെ ഒന്ന് കേരള യൂണിവേഴ്സിറ്റി, അത് 1 ലക്ഷം രൂപ. മറ്റേത് ONVയുടെ പേരിലുള്ള ഒരു അക്കാഡമി, അത് 3 ലക്ഷം. ഈ അക്കാഡമിയുടെ ഇത് വാങ്ങുമ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം എഴുതി വായിച്ചതാണ്. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അതിൻ്റെ വെർബാറ്റിം കോപ്പി വന്നിട്ടുണ്ട്. വേറെ പുസ്തകങ്ങൾ, എൻ്റെ ലേഖനങ്ങളുടെ പുസ്തകം വന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചാൽ തരക്കേടില്ല. അതിൽ ഞാൻ 2-3 പാരഗ്രാഫ് തന്നെ എനിക്ക് വന്ന തെറികൾ ഞാൻ തന്നെ ഇതാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ചങ്ങാതിമാരെ, നിങ്ങൾ ഇനിയും എന്നെ എറിയണം. നിങ്ങൾ എറിയുന്ന ഓരോ കല്ലും എൻ്റെ കഥാഗോപുരത്തിൻ്റെ അസ്ഥിവാരം ബലപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കും. നിങ്ങൾ എറിഞ്ഞോ. ഞാൻ എഴുതിയിട്ടുണ്ട് 2-3 പാരഗ്രാഫ് നിറയെ. ചിലതൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഒരു കഥ മാത്രം വായിച്ചാൽ മതി, ബാക്കിയെല്ലാം ആവർത്തനങ്ങളാണ്, യൂസ്ലെസ്സാണ്. ഈ എഴുതിയവരൊക്കെ ഈ പണിക്ക് വന്നവരാ, എവിടെയെത്താത്തവരുവാ. എനിക്കറിയാം, പാവങ്ങളാ. പോരെ. താങ്ക് യു സർ. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഒരു ചോദ്യവും കൂടെ ചോദിക്കാനുള്ള അവസരമുണ്ട്. സാറിൻ്റെ കഥകളെക്കുറിച്ച് കേസരിയാണ് ആദ്യമായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. സാറിൻ്റെ ഈ വാൻ ഗോഗിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിരിക്കുന്നത് അദ്ദേഹം കാണുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ഈ ചെറുപ്പക്കാരൻ കഥ എഴുതുന്നത് അദ്ദേഹത്തിന് വായിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു അഭിപ്രായം കേസരി സൂചിപ്പിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാറിപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഗാന്ധിയെക്കുറിച്ച് എഴുതിയ കഥയെ പറ്റി പറഞ്ഞു. ഈയിടെ താങ്കൾ എഴുതിയ കഥകളിൽ കരുവന്നൂരും ഇതിനു മുൻപ് എഴുതിയ കഥയിൽ സുധാകരൻ്റെയും കൃഷ്ണപിള്ളയുടെയും മറ്റുമെല്ലാം സംഭവങ്ങൾ
സൂചിപ്പിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഇതെല്ലാം ഈ മനുഷ്യത്വപരമായിട്ടുള്ളൊരു രാഷ്ട്രീയമല്ലേ, ആ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ അല്ലേ ഇസങ്ങൾക്കപ്പുറമുള്ളത്? ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവനാണ്. 15 ദിവസം ജയിലിൽ പോയി. 15 ദിവസം. എൻ്റെ അമ്മ ജീവിതത്തിൽ ഒരിക്കലേ കരയുന്നത് കണ്ടിട്ടുള്ളൂ. ഞാൻ രാഷ്ട്രീയത്തിൽ പണിയെടുക്കുന്നതിനൊന്നും അമ്മ എതിരായിരുന്നില്ല. അതാ ജയിലിൽ നിന്ന് വരുമ്പോൾ എന്നെ കണ്ടപ്പോൾ അമ്മ പൊട്ടിക്കരഞ്ഞു പോയി. 15 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. 15 ദിവസമേ ഉണ്ടായി. അതികഠിനമായ കോൺഗ്രസ് സ്നേഹമാണ് അന്നും ഇന്നും. പക്ഷേ തെറ്റ് കണ്ടാൽ കോൺഗ്രസ് ആണെങ്കിലും ആരാണെങ്കിലും അത് പറയാൻ ഒരു വിഷമവും എനിക്കില്ല. കേളപ്പനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കേളപ്പൻ എന്ന അനുഭവം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എഴുതിയതല്ല. മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ കോഴിക്കോട്ട് നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ആണ് എഴുതിയത്. കാരണം കേളപ്പനും ഞാനും തമ്മിലുള്ള സ്നേഹബന്ധം. ആ കാലത്തും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ച കേളപ്പൻ്റെ അടുക്കെ മറ്റൊരു വിഗ്രഹവും ഉണ്ടായിരുന്നു. അത് പി കൃഷ്ണപിള്ളയായിരുന്നു. അത് ഇന്നുമുണ്ട്. ഒരു തമാശ പറയാം. ഗാന്ധി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു പിച്ചക്കാരനെ പോലെ ഓരോ ആളുടെ പോയി ഒരു തോക്ക് തരുമോ, എനക്കൊന്ന് എന്നെ വെടിവെച്ച പോലെ ആദ്യം പോവുക ഗോഡ്സെയുടെ അടുക്കലായിരിക്കും. അതുപോലെ ഇന്ന് കൃഷ്ണപിള്ള പാമ്പിനെയും അന്വേഷിച്ച് നടക്കും. ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലേ? അത് എക്സ്പാൻഡ് ചെയ്യണ്ടല്ലോ. പാമ്പിനെ അന്വേഷിച്ച് നടക്കും. പത്മനാഭൻ സാർ, ഇവിടെ മുമ്പ് ഞാൻ തന്നെ ഈ അളിവേണിയും കെ വി നാരായണസ്വാമി സാറും ടി പത്മനാഭൻ സാറും തമ്മിലുള്ള ബന്ധം ഒന്ന് എനിക്കറിയാമത്, അങ്ങ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കേൾക്കാനായിട്ട് അതൊന്ന് വിശദീകരിക്കാമോ? വിദ്വാൻ കെ വി നാരായണസ്വാമി എന്നാ പറയാം. സംഗീത കലാനിധിയൊക്കെയാണ് വിദ്വാൻ കെ വി. പാലക്കാട്ട്. എനിക്ക് പാടാനൊന്നും കഴിയില്ല, സംഗീതം പഠിച്ചിട്ടുമില്ല. പക്ഷെ കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. ഞാൻ ഇന്ത്യക്ക് വെളിയിലെ സംഗീതോത്സവങ്ങളൊക്കെ കണ്ടിട്ടുള്ളവന്. മദ്രാസിൽ മാർഗഴി മാസത്തിൽ മദ്രാസ് മുഴുവൻ സംഗീതത്തിൻ്റെ അലയിലായിരിക്കും. അതെ, എല്ലാ സഭകളിലും പോകും. എല്ലാ സഭകളിലും ഒരു സ്ഥിരം കുറ്റിയാണ്. പാലക്കാട്ട് കെ വി നാരായണസ്വാമി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു. ആദ്യാദ്യം എനിക്കിഷ്ടമുള്ള ഒരു പാട്ട് പാടാൻ വേണ്ടി ഞാൻ കുറിപ്പ് കൊടുക്കും. പിന്നെ എന്നെ കാണുമ്പോൾ നാരായണസ്വാമി പറയും, പാടും, കുറിപ്പൊന്നും വേണ്ട, പാടും എന്ന്. ആ പാട്ട് കുറിഞ്ഞി രാഗത്തിലുള്ള അളിവേണി എന്തു ചെയ്തു പന്ത ഞാനിനി. പിന്നെ ഞാൻ കാണാൻ ഭംഗിയൊന്നുമില്ലാത്തവനാണ്. പക്ഷേ ഏത് ഭംഗിയില്ലാത്തവനും ഒന്ന് പ്രേമിച്ചൂടെ? അതിന് തടസ്സമൊന്നുമില്ലല്ലോ. പ്രേമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രേമിച്ചവൾ സ്വാഭാവികമായും സുന്ദരിയുമാണ്. അവളോട് പറയും, നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. സാക്ഷാൽ സ്വാതി തിരുനാൾ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്.
പത്മനാഭനിഹ വന്നീലല്ലോ, സുന്ദരൻ, ലോകസുന്ദരൻ, ത്രിലോകസുന്ദരൻ. ഇതിലപ്പുറം എന്ത് സർട്ടിഫിക്കറ്റാ, എന്ത് സർട്ടിഫിക്കറ്റാ നീ തരേണ്ടത്? പാലക്കാട്ട് കെ വി നാരായണസ്വാമി ഇത് ചൊല്ലുന്നത് കേൾക്കാനായിട്ട് ഞാൻ പോകും.